തൊടുപുഴയിലും മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയെന്നാരോപിച്ച് SIയെയും ഡ്രൈവറെയും DYFI പ്രവർത്തകരും നാട്ടുകാരും തടഞ്ഞുവെച്ചു. കരിമണ്ണൂർ SI റോയ് സുകുമാരനെയും ഡ്രൈവറെയുമാണ് തടഞ്ഞത്. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും നിരോധിത പുകയില ഉൽപ്പന്നവും കണ്ടെടുത്തു. ജയനസ് രാജുണ്ട് വിവരങ്ങളുമായി. ജയൻ, മദ്യപിച്ച് വാഹനം ഓടിച്ചത് എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഇവർക്ക് മദ്യപിച്ച് വാഹനം ഓടിച്ചത് മനസ്സിലായത്? എന്തെങ്കിലും അപകടമോ മറ്റോ വരുത്തിയോ? ഇന്ന് പുലർച്ചെ ഈ വേൾഡ് കപ്പ് ഫൈനലുമായി ബന്ധപ്പെട്ട് മങ്ങാട്ടുകവലയിൽ വലിയ സ്ക്രീൻ വെച്ച് പ്രദർശനം നടത്തുന്നുണ്ടായിരുന്നു. ആ ഭാഗത്തേക്കാണ് കരിമണ്ണൂർ SIയും അതോടൊപ്പം തന്നെ ഡ്രൈവറും ഔദ്യോഗിക വാഹനത്തിലെത്തിയത്. ഈ സമയത്ത് സംശയം തോന്നിയ DYFI പ്രവർത്തകരും അതോടൊപ്പം തന്നെ നാട്ടുകാരുമാണ് ഇവരെ ചോദ്യം ചെയ്യുകയും വാഹനത്തിൽ മദ്യക്കുപ്പികൾ കണ്ടെത്തുകയും ചെയ്തത്. തുടർന്ന് തൊടുപുഴ പോലീസിനെ വിവരമറിയിച്ചു. തൊടുപുഴയിൽ നിന്ന് SHO ഈ സംഭവ സ്ഥലത്തെത്തുകയും വാഹനം പരിശോധിക്കുകയും ചെയ്തു. വാഹനത്തിൽ SHO നടത്തിയ പരിശോധനയിലാണ് മദ്യക്കുപ്പി കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ നിരോധിത പുകയില ഉൽപ്പന്നവും ഈ വാഹനത്തിൽ നിന്ന് കണ്ടെത്തി. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ എത്തിക്കുകയും അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. പ്രാഥമിക പരിശോധനയിൽ ഇവർ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ പരിശോധനാ ഫലം റിപ്പോർട്ട് കിട്ടേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് തൊടുപുഴ SHO വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകിയത് ജയനസ് രാജുവാണ്. ഈ ചീട്ടെടുത്ത വണ്ടിക്കകത്ത്